എന്തു ചേച്ചാ? നടക്കാതിരുന്ന് നടന്നപ്പോ ഒരു പിടുത്തം. ഇപ്പൊ കുഴപ്പമില്ല. അച്ഛാ, 2-3 ദിവസം കൂടി കഴിയുമ്പോ എല്ലാം ശരിയാവും. എന്തായാലും ആ കഴുത്തിട്ടിരുന്ന ബെൽറ്റ് എടുത്ത് മാറ്റിയപ്പോ തന്നെ പകുതി ആശ്വാസം. ആരോ കഴുത്തിന് കുത്തിപ്പിടിക്കും പോലെ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. അല്ല, കുഞ്ഞമ്മ എവിടെ? പോയിട്ട് വന്നില്ലേ ഇതുവരെ? അതിന് അമ്മ എവിടെയാ പോയത്? രാവിലെ എണീറ്റപ്പോഴേ അമ്മ ഇവിടെ കാണാനില്ലായിരുന്നു. കുഞ്ഞമ്മ ഒരു ജോലിസിനെയാ കാണാൻ പോയത്. പോണ വഴിയിൽ എന്നെ ഫോൺ വിളിച്ചിരുന്നു. രാവിലത്തെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ഉണർന്നിട്ടില്ലാത്തോണ്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോ നിങ്ങളോട് പറയണോന്ന് ഫോൺ വിളിച്ചു പറഞ്ഞു. അതവിടെ ഇരിക്കട്ടെ. അവളെന്തിനാ ഇപ്പൊ ജോലിസിനെ കാണാൻ പോയത്? ആരുടെ കഷ്ടകാലം നോക്കാനാ? എന്റെ കാല് പോയതിനാണോ? കുഞ്ഞമ്മ ഇന്നലെ അലമാരയുടെ മുകളിൽ നിന്ന് ഒരു പേപ്പർ തപ്പിയെടുത്തില്ലായിരുന്നു ചിറ്റപ്പ. ഒരു ജാതകവും ഗ്രഹനിലയും ഒക്കെ. അത് ശ്രീകുട്ടിയുടെ ജാതകമായിരുന്നു. ഓഹോ. ഇപ്പൊ ഈ വെപ്രാളപ്പെട്ട് പോയിരിക്കുന്നതേ ശ്രീകുട്ടിയുടെ കല്യാണ ചെറുക്കനെ കണ്ടുപിടിക്കാനാ. ദ്വാദശി നാളിൽ തുളസി തീർത്ഥമോ വെള്ളമോ അന്നാഹാരമോ കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. ജോത്സരേ? അതെ, ആ പറഞ്ഞത് തന്നെ. ഒരു ചെറിയ തിരുത്തുള്ളത്. ഗോതമ്പും ധാന്യമായതുകൊണ്ട് അതും ഉപയോഗിക്കരുതെന്നാണ്. ശരി, അങ്ങനെയാവട്ടെ. വിളിച്ചാ മതി. അക്കൗണ്ട് നമ്പർ അറിയാലോ. ശരി. സരോജം മോളുടെ കാര്യത്തിന് ഇന്നലെ വിളിച്ചിരുന്നു. ക്ലബിലെ ഷീല മാഡം പറഞ്ഞ? അതെ. ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ, ഉണ്ട്. ഇതാ. ശ്രീലക്ഷ്മി, തിരുവാതിര നക്ഷത്രം. മകളാണ്. മനസ്സിലായി. 20 കഴിഞ്ഞ് 21 കടക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി മാഡം. ഗുഡ് മോർണിംഗ് സർ. അല്ല, ഇതെങ്ങോട്ടാ രാവിലെ? സ്റ്റോക്ക് റൂം തുറന്ന് അവിടെ തപസ്സിരിക്കാനാണോ? സ്റ്റോക്ക് റൂം? ഓ, ഐ എം സോറി. ഞാൻ വേറെന്തോ ആലോചിച്ച്. എനിക്ക് മനസ്സിലായി, സ്വയം മറന്നു നടന്ന് വഴിതെറ്റിയതാണെന്ന്. അല്ല, സ്റ്റോക്ക് റൂമിൽ പോയി പോയി മാഡത്തിനത് ശീലമായി പോയെന്ന് തോന്നുന്നു. അതെ സർ, ശീലമായി പോയി. ഓർത്തില്ല ഞാൻ. സർ, എനിക്ക് സാറിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണമായിരുന്നു. വേറൊന്നും വിചാരിക്കരുത്. ചോദിച്ചോട്ടെ സർ? അയ്യോ, ഇതുപോലെ മുഖവുരയൊക്കെ പറഞ്ഞ് ടെൻഷൻ ആക്കണ്ട. മാഡം കാര്യം പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ റെഡിയാ. സർ, സ്റ്റോക്ക് റൂമിലിരുന്ന ഫയലെല്ലാം രവിവർമ്മൻ സാറിന്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നീട് തിരികെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്യുന്നു പറഞ്ഞു വെക്കുന്നു. അതിലേതെങ്കിലും ഫയൽ ആവശ്യമുണ്ടെങ്കിൽ രാജാറാം സാറിനോട് ചോദിക്കണമെന്നാ രഘുവർമ്മൻ സാർ പറഞ്ഞത്. എന്തിനാ സർ ഫയലുകൾ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതെല്ലാം വെറും കോയിൻസിഡൻസ് ആണോ അതോ അല്ല, മനഃപൂർവ്വം എന്തെങ്കിലും ഉദ്ദേശം വെച്ച്? മാഡം വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് കോയിൻസിഡൻസ്, അത്രേ ഉള്ളൂ. ഫയൽസ് എല്ലാം സുരക്ഷിതമായിരിക്കും. ഡോണ്ട് വറി, അത് എന്റെ ഉറപ്പാ. താങ്ക് യു സർ. ഞാൻ ജസ്റ്റ് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തേ ഉള്ളൂ. താങ്ക്സ്. ഗുഡ് മോർണിംഗ് സർ. ചായ കുടിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് നജീബിക്ക. രവിവർമ്മൻ സാറിനാണോ ചായ? അതെ മാഡം. ഒന്ന് മാഡത്തിനും ഒന്ന് സാറിനും. എന്നെ തന്നോളൂ, ഞാൻ തന്നെ ഈ ചായ സാറിനെ കൊണ്ടു കൊടുക്കാം. വേണമെന്നില്ല. അതെ, എന്റെ മകൾ വലിയൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആ കമ്പനിയുടെ ബോസ് തന്നെ പോലെ നക്കിയല്ല. ഞങ്ങൾക്ക് എല്ലാം സെറ്റിൽ ചെയ്ത അദ്ദേഹം. അതിന് തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ.
മനസ്സിലായോ? അയ്യോ ചേട്ടാ, എനിക്ക് ഒരു നഷ്ടവും. പക്ഷെ നിങ്ങളുടെ ബോസിന്റെ ആ മഹാമനസ്കത ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. വൃത്തികെട്ട മനുഷ്യൻ. ഓടോ അവിടുന്ന്. താനൊന്നും ഒരു ജമ്മത്തും നന്നാവില്ല. എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കിനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടേ ജീവിക്കാൻ. ഏതായാലും നിങ്ങളുടെ മോളുടെ നല്ലൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്റെ കിട്ടിയതായിരുന്നു. പക്ഷെ ജസ്റ്റ് മിസ്. എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ കൈയോടെ കാണിച്ചു തരാമായിരുന്നു എന്താ ഏതാന്ന്. പക്ഷെ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും എനിക്കത് കിട്ടും. അപ്പൊ കാണിച്ചു തരാം ഈ ത്രിവിക്രമൻ ആരാണെന്ന്. ഒന്ന് പോടോടുന്നു. പല്ലില്ലാത്ത ആള് 10 മുറുക്ക് ഒരുമിച്ച് തിന്ന് കാണിക്കാമെന്ന് വീമ്പളക്കാറില്ലേ, അതുപോലെ തന്റെ കാര്യം. വെറും തള്ളു മാത്രം. കുതിര നടക്കുന്ന പോലെ നടക്കുന്ന കണ്ടില്ലേ? എന്നിട്ട് ഡയലോഗിന് ഒരു കുറവുമില്ല. ആ രവിവർമ്മൻ മുതലാളി ഹോസ്പിറ്റൽ ബിൽ അടച്ചതിന്റെ രഹസ്യം എനിക്കറിയാം. ആ വീഡിയോ കയ്യിൽ നിന്ന് പോയോടെ എല്ലാം പൊളിഞ്ഞു. ഏത് നേരത്താണോ എന്തോ മൊബൈൽ കേടായത്. സർ, ഇതാരാണ് ഇവിടെ ചായയും കൊണ്ട്? താനെന്താ നജീബിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തു? എന്തെന്നാണോ ഇത്ര ഗൗരവം? ഈ ചായയൊക്കെ ചൂടുള്ളത് കൊണ്ടാണോ തനിക്ക് ഇത്ര ചൂട്? അങ്ങനെയാണെങ്കിൽ പോയി തണുത്ത എന്തെങ്കിലും എടുത്തോണ്ട് വന്നാൽ മതി. അപ്പോഴേക്ക് താനും അല്പം തണുക്കുമെന്ന് തോന്നുന്നു. സാറ് ചായ കുടിച്ചില്ല. കുടിക്കാം. അതിനു മുമ്പ് താൻ എന്ത് പറ്റിയെന്ന് പറയേ. സാറ് ചായ കുടിക്കേ. താനെന്ത് പറ്റിയെന്ന് പറയടോ. സർ ചായ കുടിക്കേ പ്ലീസ്. ഇതെന്താണോ ഇമ്പോസിഷൻ ആണോ? സാറ് ചായ കുടിക്കുക, സാറ് ചായ കുടിക്കുക, സാറ് ചായ കുടിക്കുക. ശരി, ഇതാ ചായ വെച്ചു. ഇനി പറ, എന്താ സംഭവം? പുറത്തിപ്പോ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. പ്രശ്നോ? എന്ത് പ്രശ്നം? നജീബിക്ക സാറിന് ചായയും കൊണ്ടുവന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് സാറിന് ആ ചായ ഞാൻ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞതാ. അന്നേരം സാന്ദ്ര മാഡം അവിടെ വന്ന് ആ ചായ മാഡം കൊടുത്തോളാന്ന് പറഞ്ഞ് ഏറ്റുപിടിച്ചത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല സർ. ഞാനിവിടെ ഉള്ളപ്പോ സാറിന് ഞാൻ തന്നെ ചായ കൊടുത്തോളാന്ന് ഞാൻ തറപ്പിച്ചങ്ങ് പറഞ്ഞു. അതോടെ ഞെട്ടി എല്ലാരും. അയ്യോ, അതെന്താ സാർ അയ്യോ വെക്കുന്നേ? ഞാനല്ലേ സാറിന് ചായ കൊടുക്കാന്ന് ആദ്യം പറഞ്ഞത്. അപ്പോ എനിക്കല്ലേ സാർ അതിന് അവകാശം? ഹലോ, എന്താണ്? പറയൂ മിസ്റ്റർ ത്രിവിക്രമൻ, പറയണം. അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല സാൻഡ്ര മാഡം. കാണാനേ ഉള്ളൂ. ഇനി മുതൽ ഈ ഫോണിലുള്ള ഇടപാട് നമുക്ക് വേണ്ട. നേരത്തെ നമ്മൾ ഫോണിലൂടെ എന്തെങ്കിലും സംസാരിച്ച് മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കണം മാഡം. നമുക്ക് പുതിയൊരു ഉടമ്പടി വേണം ഇനി ആലോചിക്കാൻ. എന്ത് ഉടമ്പടി? താനിത് ആരോടാ സംസാരിക്കുന്നതെന്ന് ബോധമുണ്ടോ തനിക്ക്? ഞാൻ സാൻഡ്രയാണ്, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വൈസ് പ്രസിഡന്റ് സാൻഡ്ര മാഡം. അയ്യോ, അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എന്റെ ടോണില് ഒരു കുരുത്തക്കേട് തോന്നുന്നുണ്ടെങ്കിൽ മാഡം ക്ഷമിക്കണം. ഞാൻ വിളിച്ചത് മാഡത്തിനെ നേരിട്ട് കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനാണ്. വെറും ഒരു അരമണിക്കൂറായാലും മതി. പറ്റില്ല എന്ന് മാത്രം മാഡം പറയരുത് പ്ലീസ്. നമ്മളൊന്ന് കണ്ടാൽ രണ്ടുപേർക്ക് പരസ്പരം ഉപകാരമാകുമെന്ന് ഉറപ്പാ. പിന്നെ നമ്മൾ കാണുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുള്ളത്, അന്ന് ഞാനൊരു വീഡിയോ അയച്ചിരുന്നല്ലോ മാഡത്തിന്, ഒരു കിടുക്കാച്ചി റൊമാൻറ്റിക് സീൻ. അത് മാഡത്തിന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നാ? യാ, എന്റെ കയ്യിലുണ്ട്. അതിനിപ്പോ തനിക്കെന്ത് വേണം? അയ്യോ, ഉണ്ടോ എന്നറിയാൻ വെറുതെ ചോദിച്ചതാണേ. അത് മാഡത്തിന്റെ കയ്യിൽ തന്നെ. അതുകൊണ്ട് പാരമ്പര്യമൊക്കെ വിട്ട് എല്ലാം ചേർത്ത് ഒരു ദിവസത്തെ ആഘോഷം, എല്ലാവരും ഫാമിലി ആയിട്ട്. അതൊന്ന് ആലോചിച്ച് തീരുമാനിക്കാനാ എല്ലാവരോടും ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ. അങ്കിള് പറഞ്ഞത് നല്ലൊരു ഐഡിയ. വൺ ഡേ സെലിബ്രേഷൻസ് ഇപ്പോ ഓഫീസുകളിലും റെസിഡൻഷ്യൽ അസോസിയേഷനുകളിലും ഒക്കെ ഇത് സർവ്വസാധാരണമാണ്. സുദർശൻ ചേട്ടാ, സരോജൻ ചേച്ചിയെ കണ്ടില്ലല്ലോ. അവളവിടെ ഉണ്ട്.
മോള് പോയി അവളെ ഒന്ന് വിളിച്ചോണ്ട് വാ. ആ ശരി. സുദർശനൻ ചേട്ടൻ സ്വന്തം അഭിപ്രായം പറഞ്ഞില്ല. ഓ, ഞാനെന്ത് പറയാനാണ്. എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എല്ലാ ഫാമിലിയും ചേർന്ന് ഒരു ഓളം നല്ലതാ. ഞാനും മോളും സരോജവും ഉണ്ടാവും. കണ്ടോ കണ്ടോ, സുദർശൻ ചേട്ടൻ വരെ സമ്മതിച്ചു. അപ്പോ നമുക്കിനി പരിപാടികൾ ഫിക്സ് ചെയ്താൽ മതി. പരിപാടി എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിച്ചേ? ഗാനമേളയോ മറ്റോ ആണോ? അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഡാൻസ് കൂടി വേണം. ദേവുവിന്റെ കോളേജിലെ നല്ലൊരു ടീമുണ്ട് അവൾക്ക്. ഏയ് അതൊന്നും വേണ്ട. പുറത്തുനിന്ന് ഡാൻസിനും ഗാനമേളക്കൊക്കെ ആളിനെ കൊണ്ടുവന്ന കാശാര് കൊടുക്കും? അത് നമുക്കൊരു പിരിവെടുത്താ പോരെ? നടന്നത് തന്നെ. അതെ, ഇന്നാള് ബഷീറിന്റെ ബാപ്പയ്ക്ക് ക്യാൻസർ ചെലവിന് ഒരു പിരിവ് നടത്തിയത് ഓർമ്മയുണ്ടല്ലോ. അവസാനം നാണം കെട്ട അവസ്ഥയായി. അല്ല, ഓണാഘോഷം എന്നൊക്കെ പറയുമ്പോ ചെറിയ ചില കൊടിതോരണങ്ങളും അത്തപ്പൂക്കളും ഒക്കെ സാധാരണയാണ്. ആ, അത് മാത്രം പോരാ. ആ, ദേവു പറഞ്ഞ കാര്യങ്ങള് ഓണാഘോഷമൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അതിനൊരു മഹാബലിയൊക്കെ വേണമെന്നുള്ള കാര്യം നിർബന്ധ. മഹാബലിയോ? അതെ, ഞങ്ങളുടെ ക്ലിനിക്കിൽ ഇന്നലെയായിരുന്നു ഓണാഘോഷം. ഒരു സീരിയൽ നടനായിരുന്നു ചീഫ് ഗസ്റ്റ്. സി കേരളം ചെമ്പരത്തി സീരിയലിലെ ആനന്ദ് കൃഷ്ണൻ. പെണ്ണുങ്ങൾക്കൊക്കെ സന്തോഷമായി. ഇവിടെയും അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ആ, അത് പൊളിക്കും. അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലറിലെ ഡീക്കയോ കാർത്തിക ദീപത്തിലെ അരുണിനെ കൊണ്ടുവന്നാ മതി. നിങ്ങൾ ഈ പറയുന്നതൊക്കെ സീരിയലിലെ പേരുകളാ. അവർക്കൊക്കെ യഥാർത്ഥ പേരുകളുണ്ട്. നിർത്ത് 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 നിർത്ത്. അതെ, നമ്മൾ ഈ സീരിയലുകാരുടെ സിനിമാക്കാരുടെ പിന്നാലെ പോയാൽ നടക്കുന്ന കേസല്ലിത്. അവര് ചിലപ്പോ ലക്ഷങ്ങൾ ചോദിക്കും. കൊടുക്കാനുണ്ടോ നമുക്ക്? അത് പറ നിങ്ങള്. പ്രോഗ്രാം എന്തായാലും വലിയൊരു അത്തപ്പൂക്കളെ നമുക്ക് ഉണ്ടാക്കാം. ഞാനും യമുനേച്ചിയും കൃഷ്ണേച്ചിയും ശ്രീയേച്ചിയും ഒക്കെ ഉണ്ടല്ലോ. അതിനാരും 5 പൈസ ചെലവാക്കണ്ട. അതെ, പ്രാക്ടിക്കലി നടക്കുന്ന കാര്യം അതാ. കോളനിയിലെ ഓരോരോ ഗ്രൂപ്പുകാര് ഓരോ കാര്യം ഏക്കുക. അതിനല്പം ചെലവ് വന്നാലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന എന്റെ അഭിപ്രായം. അപ്പൊ ഓണാഘോഷത്തിന് ഉദ്ഘാടനമൊന്നും വേണ്ടേ? അയ്യോ, അത് വേണം, അത് വേണം. ഇത്രയൊക്കെ കേട്ടിട്ട് ഞാനൊരു അഭിപ്രായം പറയാം. ദേ, ഇവിടെ ചെറിയൊരു സ്റ്റേജ് പോലത്തെ പരിപാടി. അവിടെ ചെറിയൊരു നിലവിളക്ക് വെച്ച് ഉദ്ഘാടനം. അവിടെ ചെറിയൊരു സിനിമ കാണിക്കും. എന്തു പറയുന്നു? സിനിമയോ? അതെ ചേച്ചി, ചേട്ടൻ ഇക്കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നതാ. വലിയ ചെലവൊന്നും ആവില്ലെന്നാ പറയുന്നത്. കൂടിപ്പോയോ ഒരു 5000 രൂപ. അത് ചേട്ടൻ കൊടുത്തോളൂ. എന്നാ പിന്നെ അതൊക്കെയാ. ഇവിടെ കെട്ടുന്ന തുണിയും തോരണത്തിന്റെ ഒക്കെ സ്പോൺസർഷിപ്പ് ഞാൻ ഏറ്റു. ഓണാഘോഷമായിട്ട് അപ്പൊ സദ്യയൊന്നും ഇല്ലേ? പിന്നെ സദ്യ വേണം, സദ്യ വേണം. അതിപ്പോ ഈ കാറ്ററിങ്ങിന്റെ പുറകെയൊന്നും പോകണ്ട. നമ്മൾ ഇവിടുത്തെ പെണ്ണുങ്ങളെ വിചാരിച്ച പുഷ്പം പോലെ സാധിക്കാവുന്നതേ ഉള്ളൂ. എന്താടി പ്രമീളെ, നടക്കില്ലേ? ഞാൻ റെഡി. ഞങ്ങളും. അങ്ങനെയെങ്കിൽ നമ്മൾ തീരുമാനിച്ചു. നാളെ നീരേറ്റ് കോളനിയിൽ ഓണാഘോഷം. ദാ, ഉദ്ഘാടനം നമ്മുടെ കൗൺസിലർ തന്നെ. വേണമെങ്കിൽ ഒരു ചീഫ് ഗസ്റ്റ് കൂടെ ഉണ്ടാവും. അതാരെയാ കിട്ടുന്നതെന്ന് നോക്കട്ടെ. ചീഫ് ഗസ്റ്റ് ദുൽഖർ സൽമാൻ മതി. ബെസ്റ്റ്. എന്നാ പിന്നെ സാക്ഷാൽ മമ്മൂട്ടിയെ തന്നെ വിളിക്കാം നമുക്ക്. നീരേറ്റ് കോളനിയിലെ ഓണാഘോഷത്തിന് വരാൻ മുട്ടി നിൽക്കല്ലേ അവര്.
എടി കള്ളി, ഇന്ന് രവി സാറാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അയ്യോ സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു കൃഷ്ണേ. ഷോ, ഇതെന്തൊരു അതിശയം നോക്ക്. ചടങ്ങ് തുടങ്ങുകയാണ്. ആദ്യമായി വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യാൻ ശ്രീ മധു അങ്കിളിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഓണാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നത്. സത്യം പറഞ്ഞ നിങ്ങളുടെയൊക്കെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. സദ്യ കഴിക്കാതെ തന്നെ സദ്യ കഴിച്ച പോലെ ആയിരിക്കുകയാണ്. കൗൺസിലർ അദ്ദേഹം പറഞ്ഞ പോലെ ജാതി മതഭേദമൊന്നുമില്ലാതെ ഈ കോളനിയിൽ താമസിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒത്തൊരുമിച്ച് നടത്തുന്ന ഈ ആഘോഷം നമ്മളെല്ലാവരും ഒന്നാണ്, ഒരേ ദൈവത്തിന്റെ മക്കളാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഈ നീരേറ്റ് കോളനിയെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ നിങ്ങൾക്കൊരു വിശിഷ്ടാതിഥിയാണ്. ഞാനും നിങ്ങളിലൊരാൾ. നിനക്ക് ഏയ് നല്ല സുഖമായിരുന്നു, നല്ല രസം. ആ ബെൽറ്റ് എടുത്തോണ്ട് വന്ന് നിനക്ക് രണ്ടെണ്ണം തരട്ടെ ഞാൻ. അയ്യോ വേണ്ടേ, ഏതായാലും ഇത്രയൊക്കെ അടിയിട്ടിട്ടും തമാശ പറയാൻ പറ്റുന്നുണ്ടല്ലോ നിനക്ക്, അത് തന്നെ വലിയ കാര്യം. ഏയ് ഇതൊന്നും സാരമില്ല, നമ്മുടെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയല്ലേ കൃഷ്ണേ. പണ്ട് അവളെ അച്ഛൻ പോയി എനിക്കായിട്ട് കല്യാണം നിശ്ചയിച്ചപ്പോ ഒരുപാട് സന്തോഷിച്ചതാ ഞാൻ. പക്ഷെ ശ്രീലക്ഷ്മിക്ക് എന്നെ വേറെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. രവിവർമ്മ സാറിനെ പോലെ വലിയ കഴിവുള്ള ആളൊന്നും അല്ലല്ലോ ഞാൻ. എന്റെ കുറവുകൾ ഞാൻ വേണം മനസ്സിലാക്കാൻ.
അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. സോറി ദീപു, നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ വിഷമമുണ്ടെന്ന്. ആ അത് പോട്ടെ. ഇതിപ്പോ വളരെ യാദൃശികമായിട്ടാ എനിക്ക് ശ്രീലക്ഷ്മിയെ രക്ഷിക്കാൻ പറ്റിയത്. അച്ഛനീ ഓണാഘോഷം നടത്താൻ ഉത്സാഹം കാണിച്ചപ്പോഴേ എനിക്ക് വലിയ സംശയമായിരുന്നു. അപ്പോഴാ ഇന്നലെ രാത്രി റമീസ് എന്നെ ഫോൺ ചെയ്തത്. ഹലോ റമീസക്ക. അച്ഛന്റെ ഫോണിലെ ഫോർമാറ്റ് ചെയ്ത ഡേറ്റാസ് റീസ്റ്റോർ ചെയ്യാൻ റമീസിന് അച്ഛൻ ഭീഷണിപ്പെടുത്തിയെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കോളനിയിലെ സിനിമയ്ക്കകത്ത് കയറ്റി കോളനിക്കാര് കാണാൻ അച്ഛൻ ആ വിഷ്വൽസ് ഇടുവെന്ന്. അപ്പൊ തന്നെ റമീസിനോട് പറഞ്ഞ് ഞാൻ ആ പെൻഡ്രൈവിൽ രവിവർമ്മ സാറിന്റെ ഒരു സ്പീച്ച് എഡിറ്റ് ചെയ്ത് ചേർത്തതാ. അത് പക്ഷേ അച്ഛൻ എന്നെ തന്നെ സംശയിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഇപ്പൊ കാര്യം മനസ്സിലായി. ഏതായാലും ഒരു കാര്യം എനിക്ക് തീർച്ചയായി, ശ്രീലക്ഷ്മിയുടെ കരിക്കോത്തി അമ്മ എങ്ങനെയൊക്കെ അവളെ സഹായിക്കുന്നുണ്ട്. രവിവർമ്മൻ സാറും അവളും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതെ, ഉറപ്പിക്കണം. നമുക്ക് ലഭിക്കാത്തത് മറ്റൊരാൾക്കെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. വലിയ സന്തോഷം. പക്ഷെ അതിനുവേണ്ടി സഹായിക്കുന്നത് കരിക്കോത്തി അമ്മ മാത്രമല്ല, നീ ഞാനും കൂടി ഉണ്ടെന്ന് ശ്രീലക്ഷ്മി ഓർമ്മിച്ചാ മതിയായിരുന്നു. സമ്മർ സീസൺ വരാൻ ഇനി 4 മാസേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പ്രൊഡക്ഷൻ കൂട്ടണം. സമ്മർ സീസണിൽ മിക്കവാറും എല്ലാവരും വാഷബിൾ ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് മെറ്റീരിയൽസിനെ പറ്റിയും ഡിസൈൻസിനെ പറ്റിയും ഡിസ്കസ് ചെയ്യണം. ഇന്ന് വൈകുന്നേരം അവരിങ്ങോട്ട് പുറപ്പെടുന്നതിന് മുൻപേ ലേറ്റസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കൊണ്ടുവരണം. നോ പ്രോബ്ലം, വന്നോളൂ. ഞാൻ കുറച്ച് സമയം കൂടി ഓഫീസിലുണ്ടാവും. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, രാജ്നന്ദിനിയില് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന്റെ പേപ്പേഴ്സ് ഉടനെ ഫൈനലൈസ് ചെയ്യണം നമുക്ക്. ഞാൻ ഓൾറെഡി പ്രൊഡക്ഷൻ മാനേജറോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഇന്ന് തന്നെ താൻ ചെക്ക് ചെയ്യണം. ഞാനിപ്പോ ക്ലീറ്റസിനോട് സംസാരിച്ച ഫോൺ വെച്ചതേ ഉള്ളൂ സർ. ഡോണ്ട് വറി, ഞാൻ ഇന്ന് തന്നെ ചെക്ക് ചെയ്യാതെ. ഓ വെരി ഗുഡ്. പിന്നെ വേറെ എന്തെങ്കിലും വിവരം? വേറെ ഒന്നുമില്ല സർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സാറിനെ അറിയിച്ചോളാം. അതെ ടീച്ചർ, വീട്ടിലാണെങ്കിൽ ഇടയ്ക്ക് റിസൾട്ടിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മള് പറയുന്ന ടെക്നിക്കൽ റീസൺസ് ഒന്നും അവർക്ക് മനസ്സിലാവണമെന്നില്ല. ആ ശരി ടീച്ചർ, എന്തെങ്കിലും അറിഞ്ഞാൽ ഉടനെ ഒന്ന് അറിയിക്കണേ. ആ ഓക്കെ, ഗ്രൂപ്പിലിട്ടാലും മതി. ശരി, ഓക്കെ ടീച്ചർ, ഞാൻ വിളിക്കാം. താങ്ക് യു ടീച്ചർ. താങ്ക് യു ഫോർ കോളിംഗ്. ഹലോ. ഹലോ സർ, സോറി, കോളേജ് പഠിപ്പിച്ച ടീച്ചറുടെ കോളായിരുന്നു. കട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഏകദേശം വീട്ടിലെത്തി സർ. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോകണമെന്ന്. വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ ഒരു മെസ്സേജ് ചെയ്യണമെന്ന്. അല്ല സർ, സർ മീറ്റിംഗിലായിരുന്നതുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു സർ. പിന്നെ ഇതാ ഇപ്പൊ വീട്ടിലെത്തുന്നതേ ഉള്ളൂ. അതാ എത്തിയെന്ന് വിളിച്ചു പറയാത്തത്. ശരി, പക്ഷെ തന്നെ കൊണ്ട് വിടാനല്ലേ ഞാൻ ഒരു ഡ്രൈവറെ. ശരി സർ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ സർ. അത് ഓക്കെ അല്ല. എന്താ തനിക്ക് ഇത്ര വെപ്രാളം?
ശ്രീലക്ഷ്മി ഹലോ. എന്താടി വഴിയിൽ ആരും കത്തിവെക്കാൻ കിട്ടാത്തതുകൊണ്ടാണോ ഫോണിൽ സംസാരിച്ചോണ്ട് വരുന്നത്? ഓഫീസിൽ നിന്ന് അച്ഛാ. വാ. ഈ ഫോൺ കൂടെ കട്ടായപ്പോ മൂഡ് പോയല്ലോ. ഈ പ്രേമം അന്ധമാണെന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ് ശ്രീലക്ഷ്മി. താൻ നാളെ വരുമെന്നറിഞ്ഞിട്ടും മനസ്സിനൊരു വല്ലായ്മയും ഒരു പിടച്ചിലോ. നാളെ വരെ കാത്തിരിക്കാൻ കഴിയുന്നില്ല. താൻ ഇപ്പൊ തന്നെ മടങ്ങി വന്നെങ്കിലെന്ന് മനസ്സാഗ്രഹിക്കുക. തനിക്ക് എത്ര കണ്ട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ മനസ്സിലാക്കി തരാനും കഴിയുമെന്ന് തോന്നുന്നില്ല. അതാണ് സംതിങ് ലൈക്ക് പറയാനും പറ്റുന്നില്ലല്ലോ. എന്റെ മനസ്സിലെ ഏറ്റവും സുന്ദരമായ സ്വപ്നം അത് നീ തന്നെയാണ് ശ്രീലക്ഷ്മി. നീ മാത്രമാണ്. സാറിന് എന്നെ വിട്ടാൽ വർമ്മൻ ഗ്രൂപ്പ് എന്ന വലിയൊരു ലോകമുണ്ട്. പക്ഷേ ഈ ശ്രീലക്ഷ്മിയുടെ ലോകം രവിചന്ദ്രവർമ്മൻ മാത്രം. ഇന്നും എപ്പോഴും ഞാനുണ്ടാവും കൂടെ. ഹലോ. യാ ഐ എം കമ്മിങ്. ചായ. ആ രാജാവ് സാറേ. അല്ല രാജാവ് സാറേ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഇപ്പൊ വേണ്ട, താങ്ക്സ്. വേറൊരു ദിവസം ആവട്ടെ. എടി മോളെ, സൂക്ഷിച്ചു പോണേ. ആ ഹലോ, ഒന്ന് നിക്കണം. ഞാനോ? അതെ. എന്താ വേണ്ടത്? താങ്കളോട് അല്പം സംസാരിക്കാനുണ്ട്. ഇപ്പോഴല്ല, പിന്നീട്. അതിനുവേണ്ടി കുറച്ചു സമയം മാറ്റിവെച്ച വലിയ ഉപകാരമായിരിക്കും. എന്താ പറ്റുമോ? ഇതെന്തോന്ന് പുലിവാല്. ഒരു വശത്ത് സാൻഡ്ര മേഡത്തിനെ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ രവിവർമ്മൻ മുതലാളിയുടെ വലം കൈ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എന്നെ കാണണമെന്ന് പറയുന്നു. ഇനി ഈ സാൻഡ്ര മേഡം വല്ല അണ്ടർഗ്രൗണ്ട് പണി വല്ലതും തരാൻ പോകുന്നതാണോ ഇത്? ഇല്ലില്ല,
എന്റെ കയ്യിൽ നിന്ന് ലാഭം മാത്രമേ കിട്ടൂ എന്ന് ആ പെങ്കൊച്ചിനറിയാം. അപ്പൊ ഈ മൊട്ടത്തലേൻ എന്നെ കാണണമെന്ന് പറയുന്ന ഒരു ഉദ്ദേശം എന്തായിരിക്കും? ഈശ്വര, എവന്റെ തലയിൽ വല്ല തേങ്ങയും വീണി ചത്താ മതിയായിരുന്നു. എന്താണ് ത്രിവിക്രമ ഇത്ര ആലോചിക്കാൻ? ബിസി ഷെഡ്യൂളിൽ നമുക്കൊരല്പം സമയം തരാൻ കാണില്ലേ? ഹേയ്, ഒന്നുമില്ല സാർ. എനിക്ക് നാട്ടിലെ നാളികേരത്തിന്റെ ബിസിനസ് ഉണ്ടേ, അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. എന്നാ അധികം ആലോചിക്കണ്ട, ഞാൻ വിളിക്കും, അപ്പൊ കാണണം നമുക്ക്. പോകാമോ സർ? വരൂ. നടക്കട്ടെ നടക്കട്ടെ. നിങ്ങൾക്ക് എന്താ ഒരു പരിഹാസം? എന്താ വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ടേ. ഞാനൊരു പാവം വഴിപോക്കൻ. അല്ല, എല്ലാവരും സൂര്യൻ അസ്തമിക്കാറാവുമ്പോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാറാണ് പതിവ്. പക്ഷേ നമ്മള് മാത്രം സൂര്യൻ അസ്തമിക്കുന്ന നേരത്ത് ജോലിക്ക് പോവുകയാണല്ലോ. അതെന്താണെന്ന് മനസ്സിലായില്ല. എന്താ മാഡം പ്രശ്നം? അയ്യോ, ഒന്നുമില്ല സർ. അയൽവാസി കൊച്ചല്ലേ, വെറുതെ ഒരു ഹായ് പറഞ്ഞു, അത്രേ ഉള്ളൂ. മോള് പൊയ്ക്കോളൂ. ചെല്ല് ചെല്ല് ചെല്ല്. മാഡം വരൂ, നമ്മള് കാണും, മറക്കണ്ട. യെസ്, രാജാവിന്റെ കളിയെ ജയിപ്പിക്കുന്നത് രാജ്ഞിയാണ്. ദി റിയൽ ഫൈറ്റർ വിത്ത് പ്ലെന്റി ഓഫ് മൂവ്സ് ആൻഡ് ദ സോളിഡ് ഷീൽഡ് ഓഫ് ദ കിങ്. പക്ഷേ അല്പം ശ്രദ്ധ തെറ്റിയാൽ ആദ്യം ഇരയാകുന്നത് രാജ്ഞി തന്നെയാണെന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. അതാണ് പണ്ടൊരു ദിവസം തനിക്ക് ഐസ് ബ്ലോക്കിന്റെ മുകളിൽ നിന്ന് ഡാൻസ് ചെയ്യേണ്ടി വന്നത്. ഓർമ്മയുണ്ട് സർ. അത് പക്ഷേ കൃത്യസമയത്ത് രാജാവ് വന്നല്ലോ രാജ്ഞിയെ രക്ഷിക്കാൻ. വെരി ഗുഡ്. അപ്പൊ സമ്മതിച്ചല്ലോ, രാജാവ് രാജ്ഞി. അതിനിത് ചെസ് കളിയല്ല. ആണ്, ഇതും ഒരു തരം ചെസ് കളിയാണ് ശ്രീലക്ഷ്മി. എന്റെ ചുറ്റുമുള്ളവർക്ക് മനസ്സമാധാനം കിട്ടാത്തത്ര ശത്രുക്കൾ ഇപ്പോഴും എനിക്കുണ്ട്. അവരെന്നെ മാത്രമല്ല, എന്റെ ചുറ്റുമുള്ളവരെയും നോട്ടമിടും. ഞാൻ വേണം അത് ശ്രദ്ധിക്കാൻ. കാരണം ഇപ്പോ താനും എന്റെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഓഫ് മൈ ലൈഫ്, ദ മോസ്റ്റ് ലവബിൾ പേഴ്സൺ.